നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിഞ്ജനമുണർന്നു വേല ചെയ്യുവാൻ. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിഞ്ജനമുണർന്നു വേല ചെയ്യുവാൻ. നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. പന്തക്കുസ്ത ഒരുക്ക ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പിതാവിൻ്റെ വാഗ്ദാനം തങ്ങളുടെ മേൽ അയക്കപ്പെടുന്നതിനായി പരിശുദ്ധ കന്യകാമറിയവും സ്ലിഹന്മാരും സെഹിയോൻ മാളികയിൽ പ്രാർത്ഥനാപൂർവം കാത്തിരുന്നത് പോലെ നമുക്കും ദൈവാത്മാവിൻ്റെ എഴുന്നള്ളത്തിനായി പ്രാർത്ഥനയിൽ ആയിരിക്കാം. 23-ാം യോഹന്നാൻ മാർപ്പാപ്പയുടെ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിലും ഉണ്ടായിരിക്കട്ടെ. അദ്ദേഹം പ്രാർത്ഥിച്ചു, പരിശുദ്ധാരൂപി, അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഒരു പുതിയ പന്തക്കുസ്തയായി ഞങ്ങളുടെ നാളുകളിൽ ആവർത്തിച്ചാലും. പന്തക്കുസ്ത ഒരുക്ക ധ്യാനത്തിൻ്റെ 1-ാം ദിവസമായി ഇന്നത്തെ വിഷയം പന്തക്കുസ്തായുടെ പ്രാധാന്യവും പ്രസക്തിയും ആണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 29:11 നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്: നിങ്ങളെക്കുറിച്ച് ഉള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. എന്താണ് നമ്മുടെ ക്ഷേമത്തിന് വേണ്ടി ദൈവം തൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ പദ്ധതി? സഭയുടെ ആരാധനക്രമം അതിന് ഉത്തരം നൽകുന്നുണ്ട്. സീറോ മലബാർ സഭയുടെ കുർബാനയിൽ റുഹാക്ഷണ പ്രാർത്ഥനയുടെ അവസരത്തിൽ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് അപേക്ഷിച്ച ശേഷം പുരോഹിതൻ ഇങ്ങനെ തുടരുന്നു: കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അതെ, എല്ലാ മനുഷ്യരും പരിശുദ്ധാരൂപയാൽ നിറയുക എന്നതാണ് ദൈവത്തിൻ്റെ മനസ്സിലെ സ്വപ്നം. ആദിയിൽ ദൈവം സൃഷ്ടി നടത്തിയപ്പോൾ തന്നെ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്: ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. എംഫൂസാവോ എന്ന ഗ്രീക്ക് പദമാണ് നിശ്വസിക്കുക എന്ന മലയാള പദത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഉത്ഥാനത്തിന് ശേഷം യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ കണ്ടുമുട്ടുമ്പോൾ യോഹന്നാൻ 20:22 നമ്മൾ വായിക്കുകയാണ്: അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഇവിടെയും ഗ്രീക്ക് ബൈബിളിൽ നിശ്വസിച്ചു എന്നതിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്
എംഫുസാവോ, ടു ബ്രീത്ത് ഇൻ, അല്ലെങ്കിൽ ഉള്ളിലേക്ക് ഊതുക എന്ന ക്രിയാപദമാണ്. സെപ്ത്വജിന്ത് ബൈബിളിൽ ഉൽപ്പത്തി 2:7 പുതിയ നിയമത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിലും നിശ്വസിക്കുക എന്ന മലയാള പദത്തിന് പകരം എംഫുസാവോ എന്ന ഗ്രീക്ക് പദം ഉപയോഗിച്ചിരിക്കുന്നതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാവുകയാണ്. ദൈവത്തിൻ്റെ ജീവനെ തന്നെയാണ് ദൈവം ആദ്യം സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനിലേക്ക് ഊതിയത്. ദൈവത്തിൻ്റെ ചൈതന്യമാണ് മനുഷ്യനെ ജീവനുള്ളവനാക്കിയത്. സ്വാഭാവിക ജീവനോടൊപ്പം പ്രസാദപര ജീവൻ അവനിൽ നിലനിർത്തുന്നത് ദൈവത്തിൻ്റെ ഈ ശ്വാസം, ദൈവത്തിൻ്റെ ഈ ചൈതന്യം, ദൈവത്തിൻ്റെ ആത്മാവാണെന്ന് വേദപുസ്തകം നമ്മൾ പഠിപ്പിക്കുകയാണ്. മനുഷ്യനെ പറ്റിയുള്ള ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിന് തന്നെ ജീവൻ, ദൈവത്തിന് തന്നെ ആത്മാവ്, ദൈവത്തിന് തന്നെ അരൂപി അവനിൽ കുടികൊള്ളണം എന്നതാണ്. പ്രവാചകന്മാരിലൂടെ ഈ പദ്ധതി ദൈവം ആവർത്തിക്കുകയുണ്ടായി. ജോയേൽ പ്രവാചകനിലൂടെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു 2:28, അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. അസ്ഥികളുടെ താഴ്വര കാണിച്ചുകൊണ്ട് എസേക്കിയേൽ പ്രവാചകനോട് കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്ര, ജീവശ്വാസത്തോട് നീ പ്രവചിക്കുക. ജീവശ്വാസമേ, നീ 4 വായുക്കളിൽ നിന്ന് വന്ന് ഈ നിഹതന്മാരുടെ മേൽ വീശുക, അവർക്ക് ജീവനുണ്ടാകട്ടെ. അവിടുന്ന് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. അപ്പോൾ ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു, അവർ ജീവൻ പ്രാപിച്ചു. ഈ വരണ്ട അസ്ഥികൾക്ക് നൽകപ്പെട്ടത് ദൈവത്തിൻ്റെ ആത്മാവാണ്, ദൈവത്തിൻ്റെ ചൈതന്യമാണ്, ദൈവത്തിൻ്റെ അരൂപിയാണ്. ദൈവത്തിൻ്റെ അരൂപിയെ സ്വീകരിച്ചതോടെ വേർപെട്ട് കിടന്നിരുന്നതും വരണ്ടുണങ്ങിയതുമായ അസ്ഥിക്കൂമ്പാരങ്ങൾ ജീവനുള്ള മനുഷ്യനായി രൂപാന്തരപ്പെടുകയാണ്. യിരെമ്യാ പ്രവാചകനുള്ള കർത്താവ് ഇങ്ങനെ പറഞ്ഞു 31-33, ആ ദിവസങ്ങളിൽ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും, ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും, ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവും ആയിത്തീരും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വപ്നം, ശിഷ്യന്മാരെ പറ്റിയുള്ള അവിടുത്തെ ആഗ്രഹം, അവരോടുകൂടെ എന്നുമായിരിക്കാൻ ഒരു സഹായകനെ അയക്കുക എന്നതായിരുന്നു. അതുകൊണ്ട് യോഹന്നാൻ 14:16 യേശു പറഞ്ഞു, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു ആശ്വാസകനെ നിങ്ങൾക്ക് അയക്കുകയും ചെയ്യും. ഈശോയുടെ ഭൗതികമായ സാന്നിധ്യം നഷ്ടപ്പെടുത്തുന്നതാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള വഴിയെന്ന് പോലും അവിടുന്ന് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് ഈശോ അവരുടെ ഇടയിൽ നിന്ന് മാറിപ്പോകുന്നതായിരിക്കും ഭേദം എന്ന് അവിടുന്ന് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 16:6-7 വാക്യങ്ങളിൽ അവിടുന്ന് പറയുകയാണ്, സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ ആശ്വാസകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. ഞാൻ പോയാൽ നിങ്ങളുടെ അടുക്കലേക്ക് അവനെ ഞാൻ അയക്കും. എന്തുകൊണ്ടാണ് ബൈബിൾ ഉടനീളം മനുഷ്യൻ്റെ കൂടെ പരിശുദ്ധാത്മാവ് ഉണ്ടാകണം എന്ന് നിർബന്ധമായിട്ട് അവതരിപ്പിക്കുന്നു? അതിൻ്റെ കാരണം മനുഷ്യനിലുള്ള ദൈവത്തിൻ്റെ ചൈതന്യമാണ് അവൻ്റെ മഹത്വത്തിൻ്റെ നിദാനം.
അതുകൊണ്ടല്ലേ സങ്കീർത്തകനായ ദാവീദ് ദൈവകൽപ്പന ലംഘിച്ചതിനാൽ വരാൻ പോകുന്ന ആത്മനഷ്ടത്തെപ്പറ്റി തീവ്ര ദുഃഖിതനായി നിലവിളിച്ചു പറഞ്ഞത്, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. സങ്കീർത്തനം 51:11. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ് ഒരു മനുഷ്യനെ മഹോന്നതനാക്കുന്നതെന്ന് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ട്. റോമ 8:9. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. ഒരു ക്രൈസ്തവൻ്റെ അന്തസത്ത അവനിലുള്ള ദൈവാത്മാവിൻ്റെ സാന്നിധ്യമാണെന്ന് ഊന്നിപ്പറയാൻ പൗലോസ് ഉപയോഗിച്ച വാക്കാണ് ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. പ്രസിദ്ധമായ പൗലോസിൻ്റെ വാക്കുകൾ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന ആഹ്വാനത്തിൽ പരിശുദ്ധാത്മാവുമായിട്ട് പിതാവിനോടും പുത്രനോടും ഉള്ളതിനേക്കാൾ കുറെ ആഴത്തിലുള്ള ഒരു ബന്ധത്തെപ്പറ്റി സഹവാസം എന്ന പദപ്രയോഗത്തിലൂടെ പൗലോസ് ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നാം അറിയാതെ കൊണ്ടു നടക്കുന്നൊരു ദാഹമുണ്ട്. ഭൗതികമായ പലതും സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. നാം ആഗ്രഹിക്കുന്ന ഭൗതിക വസ്തുക്കൾ ലഭിച്ചാൽ സംതൃപ്തി ഉണ്ടാകും എന്നാണ് നാം ധരിച്ചിരിക്കുന്നത്. എന്നാൽ അനുഭവം പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. നാം ആഗ്രഹിക്കുന്നത് എല്ലാം ലഭിച്ചാലും നമ്മുടെ ആത്മാവ് സ്വസ്ഥമാകാറില്ല. നമ്മുടെ ആത്മാവ് സ്വസ്ഥമാകുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയുമ്പോഴാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു കൂടാര തിരുനാളിൻ്റെ അന്ന് ജെറുസലേം ദേവാലയത്തിന് സമീപത്ത് നിന്നുകൊണ്ട് 7 ദിവസം തിരുനാൾ ആഘോഷിച്ച് മടങ്ങിപ്പോകുന്നവരിൽ അവിടുന്ന് കണ്ട ആ അന്തർദാഹം മനസ്സിലാക്കി ഇങ്ങനെ പ്രഖ്യാപിച്ചത്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ദാഹം തീരുക മാത്രമല്ല, മറ്റുള്ളവരുടെ ദാഹം ശമിപ്പിക്കാൻ തക്ക അളവിൽ നാം ദൈവത്തെ കൊണ്ട് നിറയും. സന്തോഷം കൊണ്ടും സംതൃപ്തി കൊണ്ടും നിറയും, ആനന്ദം കൊണ്ട് നിറയുമെന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മുടെ ജഡവും കൊതിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ ശരീരം നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. ആദ്യ പാപത്തെ തുടർന്ന് ഈ ജഡത്തിന് വന്നൊരു അപകടം, അത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും മോഹങ്ങളിലേക്ക് ചാഞ്ഞുപോയി. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 400-ാമത്തെ ഖണ്ഡികയിൽ ഇക്കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ആത്മാവിൻ്റെ ആന്തരിക ശക്തികൾക്ക് ശരീരത്തിന് മേൽ ഉണ്ടായിരുന്ന നിയന്ത്രണം ഭേദിക്കപ്പെട്ടു. ജഡം അത് ബലഹീനതയ്ക്ക് അടിമപ്പെട്ടു. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ ലേഖനത്തിൽ അത് എടുത്തു പറയുന്നുണ്ട്. 5:19 ജഡം ഒരു വ്യക്തിയിൽ പ്രബലമാണെങ്കിൽ അടയാളങ്ങൾ ഇവയാണ്: വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം. നാം ഓരോരുത്തരും സത്യസന്ധമായി നമ്മുടെ ജീവിതത്തെ പരിശോധിക്കണം.
ജഡത്തിൻ്റെ ഈ പറഞ്ഞ വ്യാപാരങ്ങളുടെ സ്വാധീനം ഇപ്പോഴും നമ്മിലുണ്ടെങ്കിൽ അതൊരു സൂചനയാണ് ഒരു പുതിയ പന്തക്കുസ്ത അനുഭവത്തിന് വേണ്ടി നമ്മുടെ ശരീരവും പോലും ദാഹിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിൻ്റെ കൂടെ മഹിമയിൽ വസിക്കുവാനുള്ള ഈ ശരീരത്തിന് യഥാർത്ഥമായ വിടുതൽ കിട്ടണമെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ജഡത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കണം. ജഡത്തിൻ്റെ പ്രവണതകൾ ആത്മാവിനാൽ നിഹനിക്കപ്പെടും. അപ്പോഴാണ് ഗലാത്യ 5:22 പറയുന്ന ആത്മാവിൻ്റെ ഫലങ്ങൾ പ്രകാശിതമാകും. ഏതൊക്കെയാണവ? സ്നേഹം. ക്രിസ്തു കുരിശിൽ തൻ്റെ വധുവായ സഭയ്ക്ക് വേണ്ടി ജീവനർപ്പിച്ച ആ സ്നേഹത്തെ പറ്റിയാണ് ഈ പറയുക. അത്രയും ഗുണനിലവാരമുള്ള സ്നേഹം, മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം മറന്ന് അർപ്പിക്കുവാൻ, ബലിയാക്കുവാൻ തക്കതായ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം ഗലാത്യ 5:16 താക്കീത് ചെയ്യുന്നുണ്ട്, ആത്മാവിനാൽ വ്യാപരിക്കുവിൻ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാൽ ജഡമോഹം ആത്മാവിനെതിരാണ്. ഈ ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് എങ്ങനെ ആത്മീയരായി ജീവിക്കാൻ സാധിക്കും? ഇതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ദൈവത്തിൻ്റെ ആത്മാവാൽ നിറഞ്ഞ് ഭൂമിയിൽ ജീവിച്ച വിശുദ്ധർ. നമ്മെപ്പോലെ തന്നെയുള്ള ബലഹീനതകൾക്കും പരിമിതികൾക്കും അവരും വിധേയരാകേണ്ടതായിരുന്നു. എന്നാൽ അവരിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവർക്ക് തിന്മകളെ ചുരുക്കാൻ സാധിച്ചു, ജഡത്തിൻ്റെ മോഹങ്ങളെ കീഴടക്കാൻ സാധിച്ചു. 12 വയസ്സ് മാത്രമുള്ളപ്പോൾ രക്തസാക്ഷിയായി വിശുദ്ധിക്ക് വേണ്ടി മരിച്ച വിശുദ്ധ മരിയ കൊരേത്തി ഒരു ഉദാഹരണമാണ്. ആവർത്തിച്ചുള്ള കത്തിക്കുത്തേറ്റ സമയത്തും അവൾ പറഞ്ഞു, ഇത് പാപമാണ്, ഞാനിത് ചെയ്യുകയില്ല. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട വ്യക്തികൾക്ക് പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ വലിയ കരുത്ത് അവർക്ക് സ്വന്തമായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പന്തക്കുസ്ത ഒരു ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നവമായ അഭിഷേകത്തിന് വേണ്ടി തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കാം. ദൈവപിതാവിൻ്റെ സ്നേഹം അനുഭവിച്ചും ക്രിസ്തുവിൻ്റെ രക്ഷ ജീവിതത്തിൻ്റെ ആനന്ദമാക്കിയും ദൈവാത്മാവുമായി ഗാഢബന്ധം പുലർത്തിയുമുള്ള ഒരു ഫലദായകമായ ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. മാതാവിനോടും സ്ത്രീഹന്മാരോടും മധ്യസ്ഥം വഹിച്ചുകൊണ്ട് നമുക്കും 23 യോഹന്നാൻ മാർപ്പാപ്പയുടെ പ്രാർത്ഥന ആവർത്തിക്കാം. പരിശുദ്ധാരൂപി, അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഒരു പുതിയ പന്തക്കുസ്തയായി ഞങ്ങളുടെ നാളുകളിൽ ആവർത്തിച്ചാലും. പ്രൈസ് ദി ലോർഡ്.